സംഭവത്തിലുള്ളതാണോ അതോ പിടിച്ചതാണോ? മക്കളുടെ മികച്ച ഭാവിക്ക് മികച്ച തുടക്കം. സ്റ്റെല്ല മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുളത്തൂപ്പുഴ. അഡ്മിഷൻ ആരംഭിച്ചു. മിതമായ ഫീസും വാഹന സൗകര്യവും. വിളിക്കൂ 6282537216. കൊല്ലം അഞ്ചലിൽ പോലീസുകാരന്റെ വീട്ടിലിരുന്ന ബൈക്ക് കത്തിച്ച സംഭവത്തിൽ 2 യുവതികളെ പോലീസ് പിടികൂടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന കൊല്ലം ശൂരനാട് സ്വദേശിനി ആരതിയുടെ സുഹൃത്ത് ഇടുക്കി സ്വദേശിനിയായ ഗായത്രി മോഹൻ എന്നിവരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ പിടിയിലായ ആരതി പോലീസുകാരനായ വിവേകുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ചില കാരണങ്ങളാൽ ഈ വിവാഹ നിശ്ചയം വേർപെടുത്തുകയുണ്ടായി. ഇതിന്റെ വൈരാഗ്യം വിവേകിനോട് ആരതിക്കുണ്ടായിരുന്നു. ഈ വ്യക്തി വൈരാഗ്യത്താൽ ആരതി സുഹൃത്തുമായി എത്തി ആ വീട്ടിനുള്ളിൽ കടക്കുകയും പെട്രോൾ ഒഴിച്ച് ബൈക്ക് കത്തിക്കുകയുമായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കൃത്യം നടത്തിയത് 2 യുവതികളായ ഈ 2 പെൺകുട്ടികൾ തന്നെയാണ് എന്നാണ് അഞ്ചൽ പോലീസ് പറയുന്നത്. അതായത് ആരതിയും ഗായത്രിയും ചേർന്നാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത്. ഇവർ മുൻകൂട്ടി തന്നെ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. വളരെ പ്ലാൻഡ് ആയിട്ട് ആസൂത്രിതമായിട്ടാണ് ഇവർ ഇത് നടത്തിയത്. കൃത്യം നടത്തുന്നതിനുള്ള പെട്രോൾ അടക്കം 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആരതി വാങ്ങി സൂക്ഷിച്ചിരുന്നു. ലൈറ്റർ അടക്കം വാങ്ങി സൂക്ഷിച്ചിരുന്നു. ഈ സംഭവം നടക്കുന്ന ശനിയാഴ്ച ദിവസം രാത്രി വളരെ നേരത്തെ തന്നെ ഇവർ ഈ വിവേകിന്റെ വീടായ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആർച്ചലിലെത്തുകയും ഇവിടെ ഒരു ലൈബ്രറിക്ക്, ഒരു വായനശാലയുടെ പിൻവശത്തായി ഒളിച്ചിരിക്കുകയും പിന്നീട് 12 മണിക്ക് ശേഷം വിവേകിന്റെ വീട്ടിലേക്ക് എത്തുകയും ആ ബൈക്ക് കത്തിക്കുകയുമായിരുന്നു. പിന്നീട് മണിക്കൂറുകളോളം ഇവർ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടിയതിനു ശേഷം ഏകദേശം 5:45 കൂടി ഇവർ ഒരു ഓട്ടോറിക്ഷയിൽ ആയൂരിലേക്ക് പോവുകയായിരുന്നു. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഇവർ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ഗൂഗിൾ പേ ചെയ്ത് നൽകുകയായിരുന്നു. ഈ ഗൂഗിൾ പേയിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിയിരുന്നത്. കരുതിക്കൂട്ടി അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ആലോചന നടത്തി പ്ലാൻഡ് ആയിട്ട് നടത്തിയ ഈ സംഭവത്തിൽ പലതരത്തിലുള്ള തെളിവുകളും ഇവിടെ അവശേഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടും തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത്. ഇവർ KSU പ്രവർത്തകരെ ലാത്തിചാർജ് ചെയ്തതിൽ ഉള്ള വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിൽ ഈ ബൈക്ക് കത്തിച്ചതെന്ന് വരുത്തി തീർക്കാൻ ഇവർ അവിടെ ഉപേക്ഷിച്ച ഭീഷണിക്കത്തിലൂടെ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോൾ 2 യുവതികൾ ഈ സമയത്ത് ഇതുവഴി പോകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണം നടത്തി തിരുവനന്തപുരത്തുള്ള എൻട്രൻസ് കോച്ചിങ് ക്യാമ്പിന്റെ ഹോസ്റ്റലിലെ 3ാമത്തെ നിലയിൽ നിന്നും ഇന്ന് രാവിലെയോടുകൂടി ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് അഞ്ചലെത്തിച്ച് ഇവരെ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കവേ ഇതിലെ 1ാം പ്രതി ആരതി കയ്യിൽ കരുതിയിരുന്ന എലിവശം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതും പോലീസിന്റെ ഭാഗത്തുണ്ടായ ഒരു ഗുരുതര വീഴ്ചയാണ്. കാരണം ഇത്തരത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇവരുടെ ദേഹപരിശോധനയൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ഇവരെ ദേഹപരിശോധന നടത്തിയില്ലെന്ന് മാത്രമല്ല ഈ ശരീരത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ആ എലിവശമാണ് ഈ യുവതി എടുത്ത് കഴിച്ചത്. ഇപ്പോൾ ഇവർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണ വിഭാഗത്തിലാണ് ഈ ആരതി ഇപ്പോൾ ഉള്ളത്. മറ്റൊരു പ്രതിയായ ഗായത്രിയെ പോലീസ് അല്പം മുമ്പ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, സഹപ്രവർത്തകനായ ഒരു പോലീസുകാരന്റെ ബൈക്ക് കത്തിച്ച കേസിലെ പ്രതികളോട് വലിയ കരുതലും കൈത്താങ്ങുമാണ് അഞ്ചൽ പോലീസ് ഇന്ന് കാണിച്ചത്. കാരണം ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്നും മാധ്യമ പ്രവർത്തകരെ പരമാവധി അകറ്റി നിർത്തി പോലീസ് ജീപ്പ് തന്നെ പോലീസ് സ്റ്റേഷനോട് ചേർത്ത് നിർത്തി ഈ യുവതിയെ കയറ്റുന്ന ഒരു സാഹചര്യം. ഷാൾ ഇല്ലാതിരുന്നിട്ടും യുവതിക്ക് മുഖത്തിടാൻ വേണ്ടിയിട്ട്, മുഖം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഷാള് പോലീസുകാർ എത്തിച്ചു. അത്തരത്തിൽ ഗുരുതരമായി ഈ പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അഞ്ചൽ പോലീസിന്റെ ഭാഗത്തുണ്ടായത്. കാരണം മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉള്ളതിനാൽ ഇവർ പോയതിനു ശേഷം മാത്രം ഈ പ്രതികളെ പുറത്തേക്ക് ഇറക്കിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ആദ്യം പോലീസ്. എന്നാൽ മണിക്കൂറുകളോളം വൈകുന്നേരം ഏതാണ്ട് 4 മണി മുതൽ 9 മണി വരെ ഇവിടെ കാത്തുനിന്ന മാധ്യമ പ്രവർത്തകർ പോകുന്നില്ല എന്ന് കണ്ടു. മാത്രമല്ല പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് മാത്രം എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുള്ളത് കൊണ്ടും മാത്രം വളരെ പെട്ടെന്ന് ഈ പ്രതിയുമായി പോലീസ് ഇറങ്ങുകയും മാധ്യമ പ്രവർത്തകർക്ക് ഇവരുടെ ചിത്രങ്ങൾ പകർത്താനുള്ള അവസരം പോലും നൽകാതെ വളരെ കരുതലും കൈത്താങ്ങോടും കൂടി അഞ്ചൽ പോലീസ് ഈ പ്രതിയുമായി കോടതിയിലേക്ക് പോവുകയായിരുന്നു. മാത്രമല്ല ഈ കോടതിയിൽ ഈ പോലീസുകാരോടൊപ്പം പോകേണ്ട ഉദ്യോഗസ്ഥനെ പോലും ജീപ്പിൽ കയറ്റാതെ
വളരെ വേഗം ഓടിച്ചു പോവുകയായിരുന്നു. ഈ ജീപ്പിന് പിറകെ കയറുന്നതിന് വേണ്ടിയിട്ട് ഈ പോലീസുകാരൻ ഓടുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. എന്തായാലും അഞ്ചൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ദുരൂഹത നിറഞ്ഞൊരു ഇടപെടലാണ് ഈ പ്രതികളുടെ കാര്യത്തിലുണ്ടായത്. കാരണം ഇവർ ചിത്രങ്ങൾ പകർത്തുന്നതിലടക്കം മാധ്യമ പ്രവർത്തകരെ അകറ്റി നിർത്താൻ പോലീസുകാർ ശ്രമിച്ചു. എന്തായാലും മാത്രമല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുരുതരമായ വീഴ്ച നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് പോലെ ഈ പ്രതി പോലീസ് കസ്റ്റഡിയിലേക്ക് പ്രതി വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് ഗുരുതരമായ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ നിരീക്ഷണത്തിലുള്ള ആരതിയെ നാളെ ഒരു പക്ഷേ കോടതിയിൽ ഹാജരാക്കിയേക്കും. അതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. ഇവർ രണ്ടുപേർ മാത്രമാണോ ഇന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.